കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കേരളത്തിൽ സിപിഎമ്മും ബിജെപിയും തമ്മിൽ ആവശ്യത്തെ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പിണറായി വിജയന് നരേന്ദ്രമോദിയെ ഭയമാണെന്നും കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ അഭിപ്രായപ്പെട്ടു. ചെമ്പ് മണ്ഡലം UDF രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെ ചതിച്ച് മുന്നണി വിട്ട KM മാണിയുടെ ആത്മാവിനെ പിണറായിയുടെ മുന്നിൽ പണയം വെച്ച ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടെ നാമാവശേഷമാകുമെന്നും BRM ഷഫീർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നേതാവില്ല, നിങ്ങൾ വേണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുത്തിക്കിട്ട് പിണറായി വിജയന്റെ പിറകിൽ മാണിസാറിനെ പോലുള്ള പരിണിതപ്രജ്ഞനായ നേതാവിന്റെ ആത്മാവിനെ പണയം വെച്ചവരെ കടുത്തിരുത്തി മാത്രം തോപ്പിച്ചാൽ പോരാ, പാലായിൽ മാത്രം തോപ്പിച്ചാൽ പോരാ, കോട്ടയത്ത് നിന്ന് കെട്ടുകെട്ടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് യുദ്ധം. പിന്നെ കേരള കോൺഗ്രസ് മാത്രം മതി. എന്തായിരുന്നു നിങ്ങൾ എന്താ ഞങ്ങളത് പോയത്? ജില്ലാ പഞ്ചായത്ത് 2 മാസം കൂടി അങ്ങോട്ട് ജോസഫിന്റെ ആളിന് കൊടുക്കാൻ പറഞ്ഞോണ്ടാണ് പോയത്. എത്ര മാസം? നിങ്ങൾ എത്ര മാസം? 2 മാസം. ഇപ്പൊ നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ മനസ്സിലായ? ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം. പാലായില് 52 കൊല്ലായിട്ട് ഇലയാണ് ചെയർമാൻ. 2 ഉണ്ടല്ല, അവരാണ് ചെയർമാൻ. കോൺഗ്രസിന്റെ കൗൺസിലർമാർ കൂടിയാലും മാണിസാറിനെ മാനിച്ചുകൊണ്ട് ചെയർമാൻ ആർക്ക് കൊടുക്കും? മാണിക്ക് കൊടുക്കും. അവിടെ നമുക്കൊരു നീക്കുമൊക്കെയുണ്ട്. കൈപ്പത്തിയിൽ ആളുണ്ടാൻ കൂടിയാലും മാണിസാറിനാണ് ഇത് ചെയർമാൻ. നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്നപ്പോ 2 മാസം അങ്ങോട്ട് മാറാൻ പറഞ്ഞപ്പോ നീ പേട്ടി കുത്തി, ഞങ്ങളെ നെഞ്ചി കുത്തി. ചെമ്പ് മണ്ഡലം UDF രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്രഹ്മമംഗലത്ത് നടന്ന സമ്മേളനത്തിൽ UDF മണ്ഡലം ചെയർമാൻ KJ സണ്ണി അധ്യക്ഷത വഹിച്ചു. NM താഹ, PV പ്രസാദ്, MK ഷിബു, PK ദിനേശൻ, PV സുരേന്ദ്രൻ, റെജി മേച്ചേരിൽ, S ശ്യാംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. UDF നേതാക്കളും പ്രവർത്തകരുമടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു.